അടുത്തതായി തിരുവനന്തപുരത്തു നിന്നുള്ള ഒരു കൊലപാതക വാർത്തയിലേക്കാണ്. കാട്ടക്കടയിൽ യുവാവിനെ വാഹനത്തിന്റെ താക്കോൽ ഉപയോഗിച്ച് കുത്തിക്കൊന്നു. എള്ളുവിള സ്വദേശി രാഹുലാണ് മരിച്ചത്. പ്രതിയെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സേഫ് ഹുസൈൻ ലബ്ദീൻ വിവരങ്ങൾ നൽകും. സേഫ്, എപ്പോഴാണ് ഈ കൊലപാതകം അരങ്ങേറിയത്? താക്കോൽ ഉപയോഗിച്ച് കുത്തിക്കൊന്നു എന്നൊക്കെ പറയുമ്പോൾ വളരെ ക്രൂരമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിൽ നടന്ന കൊലപാതകം എന്നാണോ പ്രാഥമികമായി കരുതുന്നത്? ദിവ്യ, അത് വ്യക്തിവൈരാഗ്യമാണെന്ന് അല്ല പോലീസ് ഉദ്യോഗസ്ഥരടക്കം പറയുന്നത്. അവിടെ എന്തോ വാക്ക് തർക്കം ഉണ്ടാകുന്നുണ്ട് രാത്രി 11 മണിയോടുകൂടി. രാത്രി കിള്ളിയിലെ രാജശ്രീ ഓഡിറ്റോറിയത്തിന് സമീപമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഒരു കടയ്ക്ക് മുന്നിൽ വെച്ച് എന്തിൻ്റെയോ പേരിൽ വാക്ക് തർക്കം ഉണ്ടാകുന്നു. വാക്ക് തർക്കം ഉണ്ടായതിനു ശേഷം ഈ കൊല്ലപ്പെട്ട രാഹുലിൻ്റെ കഴുത്തിലേക്കും വാരിയലിലേക്കും ഒരു വാഹനത്തിൻ്റെ താക്കോൽ കുത്തിയിറക്കുകയായിരുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇതാരാണ് ഇത് ചെയ്തത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ സംഭവം ഉണ്ടായ ഉടനെ തന്നെ കാട്ടാക്കടയിലെ ആശുപത്രിയിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും എല്ലാം കൊണ്ടുവന്നിരുന്നു, രാഹുലിനെ കൊണ്ടുവന്നിരുന്നു. പക്ഷേ രക്ഷിക്കാനായില്ല. ഉടനെ രാത്രി ഏതാണ്ട് ഒരു 11:30-12 മണിയോടുകൂടി തന്നെ മരണം സംഭവിച്ചു എന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. പ്രതിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ആരാണിത് ചെയ്തത് എന്നത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത പോലീസിനുണ്ടായിട്ടില്ല. ചില CCTVകൾ പോലീസ് പരിശോധിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് പ്രതിയെ വേഗത്തിൽ കണ്ടെത്താൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പോലീസിൻ്റെ ഒരു പ്രതീക്ഷ അങ്ങനെയാണ്. എന്തായാലും ഇപ്പോൾ ദിവ്യ സൂചിപ്പിച്ച പോലെ തന്നെ കുറച്ച് ക്രൂരമായിട്ടുള്ള കൊലപാതകമായി തന്നെ നമുക്ക് കാണണം. താക്കോൽ ഉപയോഗിച്ച് ഒരാളെ കൊലപ്പെടുത്തുക എന്ന് പറയുമ്പോൾ തന്നെ അത് കുറച്ച് തീവ്രമാണ് എന്ന് തോന്നുന്നു. പോലീസ് അതുകൊണ്ട് പ്രതിയെ വേഗത്തിൽ പിടിക്കാനുള്ള തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ദിവ്യ.